ഹലോ. അപ്പം ഇന്ന് നല്ല അടിപൊളി മുള്ളുവാളയും ചാളയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം മുള്ളുവാള നമുക്കിങ്ങനെ കട്ട് ചെയ്ത് തരും കേട്ടോ. അപ്പം മുള്ള് എടുക്കാൻ നമുക്ക് നല്ല സൗകര്യമാണ്. അപ്പോൾ ഇതാ തേങ്ങയും അരപ്പും എല്ലാം ആക്കിയിട്ട് അരയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ഒരു ഉണ്ടമുളക് പറിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളെ ചെടിയിലെല്ലാം ഉണ്ടമുളകായല്ലോ. അപ്പോൾ അത് പൊട്ടിച്ച് നോക്കിയിട്ടൊക്കെയാണ് പോയേക്കുന്നത്. അപ്പോൾ നല്ല മണമുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ചാളയിൽ അങ്ങ് ഇടാമെന്ന്. അങ്ങനെ ഞാൻ ഉണ്ടമുളക് ആയോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ട് പോയേ. അപ്പോൾ ചെന്നപ്പോൾ കുറേ പച്ചമുളക് നിൽപ്പുണ്ടായിരുന്നു. പച്ചമുളക് ഇടയ്ക്ക് വെച്ച് കുറച്ച് ഇല്ലായിരുന്നു. ആദ്യം കുറേ പിടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ ഞാൻ നോക്കിയപ്പോഴേക്കും ഇടയ്ക്ക് ഇങ്ങനെ ചെറിയ മുളകുകൾ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അധികം മൂത്തിട്ടില്ലാത്ത മുളകുകളായിരുന്നു. പിന്നെ തക്കാളിയും അത്യാവശ്യം പഴുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ തക്കാളി നിൽപ്പുണ്ട്. ഞാൻ വിചാരിച്ചത് നമ്മുടെ നാട്ടിൽ പോകുന്നതിന് മുമ്പേ ആവത്തില്ല എന്നായിരുന്നു. അപ്പോൾ ഒരു പാവയ്ക്ക് താഴെ നിൽപ്പുണ്ടായിരുന്നു. ഞാൻ കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ. അത് പഴുത്ത് നശിച്ച് പോയിട്ടുണ്ട്. അങ്ങനെ ഒരു മുളകിനകത്ത് 2 പച്ചമുളക് കിട്ടി. പച്ചമുളകല്ല, നമ്മളെ ഉണ്ടമുളക്, നല്ല ഗ്യാസുള്ള ഉണ്ടമുളക്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടമുളക് എന്നാണ് പറയുന്നത്. പിന്നെ ഇവിടെ കാസർഗോഡ് പിടിക്കാത്ത സാധനമാണ് കേട്ടോ. അപ്പോൾ നമ്മളെ നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഒരു മുളക് കൊണ്ടുവന്ന് അരി ഇട്ടതാണ് അത്രയും പിടിച്ചത്. അപ്പോൾ ഇവിടെ കാസർഗോഡുകാർ നോക്കുമ്പോഴെല്ലാം ഇത് കാണുമ്പോൾ ഇങ്ങനത്തെ മുളക് കണ്ടിട്ടേ ഇല്ല എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ മീൻ കറിക്ക് എന്തായാലും നമ്മുടെ സ്വന്തം തക്കാളിയും ഉണ്ടമുളകൊക്കെ ഇട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചു. ഉണ്ടമുളക് ആകുമ്പോഴേ ചാള വാങ്ങിച്ച് കറി വെക്കണമെന്നുണ്ടായിരുന്നു. കറക്റ്റ് ചാള വാങ്ങിച്ച് കൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നോക്കിയപ്പോഴാണ് ഉണ്ടമുളകായത്. അപ്പോൾ പിന്നെ എന്തായാലും ഉണ്ടമുളക് ഇട്ട് ഒരു കറി അങ്ങോട്ട് ആക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം നാട്ടിൽ പോകാൻ കുറച്ച് ദിവസമേ ഉള്ളൂ. അതിന് മുമ്പേയൊക്കെ ഈ തക്കാളി ആവുമെന്ന് അറിയത്തില്ല. എന്നാലും ഇടയ്ക്കിടയ്ക്ക് കിട്ടുമായിരിക്കും. അപ്പോൾ ആവുന്ന തക്കാളി ഞാൻ അപ്പോഴപ്പോഴും പറിച്ച് കൊണ്ടുവന്ന് വെക്കുവാണ് കേട്ടോ. അല്ലെങ്കിൽ കിളികളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നശിപ്പിച്ച് കളയുമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇവിടെയൊക്കെ തക്കാളി നിൽപ്പുണ്ട്. അതൊക്കെ ആവണമെങ്കിൽ ഇനി കുറച്ചുകൂടെ സമയമെടുക്കും. പിന്നെ വെയിലുള്ളതുകൊണ്ട് പെട്ടെന്ന് പഴുത്ത് കിട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നപ്പോൾ എൻ്റെ പുറകേ ഒരാളും കൂടെ വന്നിട്ടുണ്ട്. അയാൾ വന്ന് ഇങ്ങനെ നിന്ന് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ, ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഉണ്ടമുളകും 2 തക്കാളിയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം എന്താ പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ മീൻ കറിയിൽ മീൻ എല്ലാം റെഡിയാക്കി അങ്ങ് വെച്ചിട്ടുണ്ട്. അപ്പം മീൻ കറിക്ക് വേണ്ടിയിട്ട് ഈ മുളകും തക്കാളിയെല്ലാം അരിഞ്ഞിട്ട് അരപ്പും അരച്ചിട്ട് അങ്ങോട്ട് ഇനി വെക്കാം. എൻ്റെ പൊന്നു മക്കളെ, നല്ല സ്വർഗമാണ് ഈ മീൻ കറി. ആ മുളക് പൊട്ടിച്ചപ്പോൾ ഉള്ള മണം ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കേട്ടോ. കുറേ നാളായി ഉണ്ടമുളക് വെച്ച് ഇങ്ങനെ കഴിക്കാനൊക്കെ കറിയൊക്കെ ഉണ്ടാക്കി. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ബൈ.